അതിൽ മനസ്സറിവില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ മാപ്പ് പറയാത്തത്. എനിക്കതിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിലെൻ്റെ ഖേദം ഞാൻ രേഖപ്പെടുത്തുമായിരുന്നു. ഞാൻ സത്യസന്ധമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ നിന്ന് മാത്രമല്ല, ഞാൻ സത്യസന്ധമായി തന്നെ പറയുന്നു. ഞാനൊരു പത്രസമ്മേളനത്തിലെ പ്രസ് കോൺഫറൻസിൽ അനുകൂലമായ മറുപടികൾ പറയുന്നതിൻ്റെ പട്ടികയിലേക്ക് ഇതിനെ എടുത്തു വെക്കാൻ വേണ്ടി പറയുന്നതുമല്ല. ഞാൻ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല, ഞാനത് ചെയ്യിപ്പിക്കുകയില്ല. ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ കാണുക, എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജും തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല, ഒരു വോട്ട് പോലും എനിക്ക് അത് അധികം ഫെച്ച് ചെയ്യില്ല. നേരെ മറിച്ച് അത് മാന്യമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ആയാൽ അതായിരിക്കും കുറച്ചും കൂടെ എനിക്കും ഗുണം. അപ്പം എനിക്ക് ഒരു തരത്തിലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും ഒരു പൊതുപ്രവർത്തനം എന്ന ലേബലിലും ഒരു തരത്തിലും എനിക്ക് ഗുണമില്ലാത്തൊരു കാര്യത്തെ ഞാൻ അറിഞ്ഞ് ചെയ്യും, ഞാൻ അറിഞ്ഞ് ചെയ്യിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ല. എനിക്ക് എൻ്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ആർക്കും അറിയില്ല എന്നൊക്കെ ഇവിടെ ആർക്കും പറഞ്ഞു ഞാൻ കേട്ടു. എനിക്ക് എൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ആർക്കും അറിയില്ലെങ്കിലും ഒരു കാര്യമെങ്കിലും അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ആക്ഷേപ വഴിയിലൂടെ രാഷ്ട്രീയത്തിൽ നടന്ന ഒരാളല്ല. ഞാൻ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയത്തിൽ വളർന്ന ഒരാളല്ല. ഞാൻ ഒരാളുടെ തേജോവധം ചെയ്ത് പദവികളിലേക്കും അധികാരങ്ങളിലേക്കും നടന്നെടുത്തതിൻ്റെ ഹിസ്റ്ററിയും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ചെയ്യാത്തൊരു കുറ്റത്തിന് മാപ്പ് പറയേണ്ട ആവശ്യമില്ല. ചെയ്ത ഒരാളെയും പ്രോത്സാഹിപ്പിക്കാനോ സംരക്ഷിക്കാനോ അവർ ചെയ്തത് ശരിയാണെന്ന് പറയാനോ അതിനും ഞാനില്ല. അടുത്തത്, ഇപ്പം അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരിടേണ്ടി വന്നിരുന്ന ആക്ഷേപങ്ങൾ, ഞാനിതിന് ഒരുപാട് മറുപടി പറഞ്ഞതാണ്. പക്ഷേ ഞാൻ സിംഗിൾ ലാസ്റ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യും. ഒരുപാട് ആക്ഷേപങ്ങൾ ഞാൻ കേട്ടു. ഇല്ലാത്തൊരു വീഡിയോയെ സംബന്ധിച്ച് അത് സൃഷ്ടിച്ചെന്ന പേരിൽ, അതിനൊരു സംഘമുണ്ടെന്നുള്ള പേരിൽ വരെ വലിയ ആക്ഷേപങ്ങൾ നവമാധ്യമങ്ങളിലും വേട്ടയാടലുകൾ ചില മാധ്യമങ്ങളിലും ചർച്ചകളും ചില ബുദ്ധിജീവികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എന്ന്. പിന്നെ അതിൽ വേറെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നു ആ ആൾ പറഞ്ഞതല്ല ശരി, പാർട്ടി പറയുന്നതാണ് ശരി, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന്. അവർക്കിടയിൽ പോലും ധാരണയെത്താത്ത, ഉള്ളതാണോ ഇല്ലയെന്നുള്ളത് അവർക്ക് പോലും കൃത്യമായി പറയാൻ പറ്റാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ എന്നെ വേട്ടയാടിയതിന് ആർക്കെങ്കിലും റിഗ്രറ്റ് ഉണ്ട്? എന്നെ അതിൻ്റെ പേര് ചേർത്ത് പറഞ്ഞതിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? എൻ്റെ പേരിൽ അത്രയും വാർത്തകളും അത്ര നവമാധ്യമ പോസ്റ്റുകളും കുത്തി നിറച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുന്നു. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനിൽ എവിടെയാണ് എതിർ സ്ഥാനാർത്ഥി, ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എന്നുള്ളതും റെസ്പെക്റ്റഡ് ഒപ്പണന്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിശേഷണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്? ഇനി കോവിഡിൻ്റെ അഴിമതിയെക്കുറിച്ച് അത്തരമൊരു ആരോപണത്തിൻ്റെ നിഴലെങ്കിലും ഞാൻ അല്ലെങ്കിൽ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെയായിരുന്നെങ്കിൽ ആ സ്ഥാനാർത്ഥി ഇവിടെ നേരിടേണ്ടി വരുമായിരുന്ന തേജോവധം, ആ സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ ഉയരുമായിരുന്ന പോസ്റ്ററുകൾ, ഇവിടുത്തെ കവലകളിൽ ഉണ്ടാവുമായിരുന്ന ചോരെഴുത്തുകൾ, വിശേഷണങ്ങൾ, അതൊക്കെ എന്താവുമായിരുന്നു? ഞങ്ങൾ അതിലും ജനാധിപത്യ മാർഗവും നിയമമാർഗമേ നോക്കിക്കൊണ്ട്. അപ്പോൾ ഞാൻ തീർത്തു പറയുന്നു, വ്യക്തിഹത്യ നടത്തി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്ന ഒരാളല്ല ഞാനത് ആഗ്രഹിക്കുന്നുമില്ല, ഞാനത് ചെയ്യേ. അല്ലാതെ തന്നെയുള്ളൊരു ക്യാമ്പയിൻ ഉണ്ട്, സൈബർ ലിഞ്ചിങ്, അത് കൃത്യമായി നടന്നു എന്നുള്ള വസ്തുതയാണ്. അപ്പം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനാണല്ലോ അതിൻ്റെ ഒരു ഓണർഷിപ്പ്, ഇത്തരം കാര്യങ്ങൾ. അങ്ങനെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചു. സൈബർ ലിഞ്ചിങ്ങിൻ്റെ കമൻറ്റിൻ്റെയും ഹത്യയുടെ കാര്യമുണ്ട്. ജീവൻ ഹത്യ നടന്നു, ഒരാൾ മരിച്ചു. ആ മരിച്ചവർക്ക് പാർട്ടി ബന്ധം വളരെ ക്ലിയറായി പോലീസ് തന്നെ പറഞ്ഞു. രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഉപയോഗിക്കാനാണ് എന്ന് വരെ റിമാൻഡ് റിപ്പോർട്ടിൽ വന്നു. അതിൻ്റെ മെറ്റീരിയൽ സപ്ലൈ ചെയ്തതിൻ്റെ പേരിൽ, അതിന് പിടിക്കപ്പെട്ട ആളുകളുടെ പേരിൽ അവരുടെ കേസെടുത്ത് അവരുടെ പ്രൊഫൈലും കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയുടെ ചിത്രം വരെ ആ പ്രൊഫൈൽ പിക്ചറാക്കി വെച്ചവർ അതിനകത്തുണ്ട്. എൻ്റെ നാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടോ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് ബോംബുണ്ടാക്കിയതെന്ന്? എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനാണല്ലോ ഈ പറയുന്ന സ്ഥാനാർത്ഥി. എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അതിൻ്റെ പൊളിറ്റിക്കൽ ബന്ധമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
ഞാൻ ഇൻഡിവിജ്വലിസ്റ്റിക്കായി വ്യക്തിപരമായി ഈ ക്യാമ്പയിനെയും പ്രചരണത്തെയും ഇലക്ഷനെയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ ഇതുവരെ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ അങ്ങനെ ഒരു പ്രചരണം നടന്നു എന്ന് പറഞ്ഞ ഒരു സാഹചര്യം. പക്ഷെ അതിന് പകരം പറഞ്ഞ എന്താ, ഞാൻ അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് എന്നുള്ള തരത്തിൽ രേഖാമൂലം പത്രസമ്മേളനത്തിൽ, പരിപാടികളിൽ, പ്രചരണങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ, ചാനൽ ചർച്ചകളിൽ ഇതൊക്കെ നടന്നല്ലോ. ഞാനും ധ്യാൻ ശ്രീനിവാസനും കൂടെ നിൽക്കുന്ന ഒരു ചിത്രത്തിൽ ധ്യാനെ മാറ്റി വേറെ ആളെ കൊണ്ടുവച്ചു. എന്നിട്ട് എനിക്ക് വേണ്ടി ഇവിടെ കൊലയാളി പ്രചരണത്തിന് ഇറങ്ങി വ്യാപകമായി പ്രചരിപ്പിച്ചു. നാദാപുരത്ത് പോലീസ് റിപ്പോർട്ടിൽ ബോംബ് പിന്നെ ആണെന്ന് ഇവിടെ പ്രചരിപ്പിച്ച ഒരു സാധനം പോലീസ് റിപ്പോർട്ടിൽ പടക്കം പൊട്ടിയതാണെന്ന് എല്ലാവർക്കും വന്നു. ഷാഫി പറമ്പിൻ്റെ ആളുകൾ ജീപ്പിൽ നിന്ന് ബോംബ് പൊട്ടി പാനൂരിൻ്റെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വ്യാപകമായി സ്റ്റാറ്റസും വീഡിയോയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ ഷാഫിക്ക് ഉമ്മയില്ലേന്ന് വരെ പ്രതികരണങ്ങളിൽ പലരും ചോദിച്ചു. ഞാൻ അറിയാത്തൊരു കാര്യത്തിന് ഇത്രയും ഇൻഡിവിജ്വലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചപ്പോൾ പിന്നീട് ഇമ്മെറ്റീരിയലാണ് താങ്കൾ പറയുമെങ്കിലും ഇമ്മെറ്റീരിയലായ ഒരു സാധനത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപം ഞാൻ നേരിടേണ്ടി വന്നത്. ഇമ്മെറ്റീരിയലായ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നാവിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ്. അതുവരെ ദാറ്റ് വാസ് എ മാറ്റർ ഓഫ് അതൊരു മാറ്റർ ആയിരുന്നു. അപ്പം ഞാനത് അങ്ങനെ ഇതൊരു ഇപ്പോഴും ഞാൻ മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമില്ല. എല്ലാ കാര്യത്തിലുള്ള സ്റ്റാൻഡ് ക്ലിയറാണ്. ഇനി ആര് സൈബർ അധിക്ഷേപം ഏത് രംഗത്തും നടത്തിയിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും അതിനെതിരെ നടപടി എടുക്കാൻ പോലീസിന് ഉത്തരവാദിത്വം കൊണ്ട് എടുത്തോട്ടെ. ഞങ്ങൾ ആരും എന്നെ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. ഇതേ ദിവസങ്ങളിൽ തന്നെ ബഹുമാനപ്പെട്ട KK രമ MLA അവർ പത്രസമ്മേളനം നടത്തി. അവർ ഗ്രേസ്ഫുള്ളായിട്ട് പറഞ്ഞതല്ല, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയപ്പെടുന്നു, ഉണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു UDF സ്ഥാനാർത്ഥിക്ക് അതിൽ ബന്ധമുണ്ടെന്ന് പറയുന്നത് അസംബന്ധമാണ്. ആ വീഡിയോ 1.5 മിനിറ്റ് വീഡിയോ ഒരു 50 തവണയെങ്കിലും എഡിറ്റ് ചെയ്തു. എന്നിട്ട് അത് പിറ്റേ ദിവസം മുതൽ പ്രചരിപ്പിച്ചു. ഷാഫി പറമ്പിലെ ഗുണ്ടാ സംഘത്തിനെതിരെ KK രമ പത്രസമ്മേളനം നടത്തി. നിങ്ങൾ മാധ്യമം ആടേരയിലെ ഉൾപ്പെടെ നിങ്ങളുടെ സഹപ്രവർത്തകരായ മാധ്യമങ്ങൾ എല്ലാം നേരിട്ട് റിപ്പോർട്ട് ചെയ്തൊരു പത്രസമ്മേളനം, വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള പ്രസ് കോൺഫറൻസ്. ഈ നാദാപുരത്ത് ബോംബ് പൊട്ടിയതിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഉണ്ടായി. പ്രിന്റ് മീഡിയയിൽ വന്നു വാർത്ത. പ്രിന്റ് മീഡിയയിൽ ലീഗ് കേന്ദ്രത്തിൽ ഉഗ്ര സ്ഫോടനം, ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് വ്യാപകമായ അധിക്ഷേപങ്ങൾ ഉണ്ടായി. ആരെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നു? രമ്യ ഹരിദാസിനെതിരെ ഇതേ കാലയളവിൽ ഭീകരമായ കേട്ടാൽ അറക്കുന്ന തെറിവിളികൾ നടന്നതിൻ്റെ കമന്റും സ്ക്രീൻഷോട്ടും പത്രസമ്മേളനത്തിൽ നമുക്കത് പറയാൻ പറ്റില്ല. ഇവിടെയുള്ള പല നേതാക്കന്മാരുടെയും മക്കൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഹീനമായ പ്രചരണങ്ങൾ നവമാധ്യമങ്ങളിലൂടെ അയച്ചു. പോലീസിന്റെ എതിർഭാഗത്തുള്ള കേസ് ഒന്നിൽ അതും പ്രശസ്തരായ എഴുത്തുകാരുൾപ്പെടെ പറഞ്ഞ് പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഒന്നിലൊതുങ്ങി. അപ്പോൾ ഇത് വൺ വേ ട്രാഫിക് ആവുന്നത് കണ്ടോ. KK രമ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള സൈബർ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പത്രസമ്മേളനം വിളിച്ചു. പക്ഷെ അവർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെയോ രമ്യ ഹരിദാസിനെതിരെ ഇപ്പം വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ എനിക്കിവിടെ പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റില്ല, നിങ്ങൾക്കും അത് വായിക്കാൻ പറ്റില്ല. അപ്പം അതിനെതിരെ അതും നടക്കാൻ പാടില്ല എന്ന് ആരും പറയാത്ത. കരുതൽ എന്നുള്ളത് അവനവനോട് മാത്രം തോന്നുന്ന ഒന്നല്ലല്ലോ, മറ്റുള്ളവനോട് അത് തോന്നുമ്പോഴാണ് യഥാർത്ഥ കരുതലാവുകയുള്ളൂ. ഞാൻ ആ വിഷയത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ വികസനം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ചർച്ചയാക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ആരാണ് ചർച്ച ചെയ്യുന്ന BJP പോകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം എനിക്ക് ഇനി ആ കാര്യത്തിൽ എൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നു. വടകരയിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും അതിനെ സംബന്ധിച്ചുള്ള വസ്തുതകളെല്ലാം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഉത്തമ വിശ്വാസം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അറിഞ്ഞുകൊണ്ട് ചെയ്യുകയില്ല, ചെയ്യിപ്പിക്കുകയില്ല. അത് 26-ാം തീയതിയിലെ ഇലക്ഷന് വേണ്ടി മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടുള്ള പൊതുജീവിതത്തിലും ഇക്കാര്യത്തിലുള്ള സ്റ്റാൻഡ് അതുതന്നെയാണ്. 13 വർഷം അസംബ്ലിയിൽ പ്രസംഗിച്ചിട്ട് അൺപാർലമെന്ററി എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ഇതുവരെ നീക്കം ചെയ്യപ്പെടേണ്ട ഒരവസ്ഥ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അസംബ്ലിയിൽ പറഞ്ഞൊരു വാചകത്തെ സംബന്ധിച്ചോ പത്രസമ്മേളനത്തെ സംബന്ധിച്ചോ എൻ്റെ പ്രസംഗങ്ങളെ സംബന്ധിച്ചോ ഒരു ഖേദം രേഖപ്പെടുത്തേണ്ട സാഹചര്യം പോലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം.
എൻ്റെ അതൊരു രാഷ്ട്രീയ ലൈനാണ്. എൻ്റെ പൊളിറ്റിക്കൽ ക്യാരക്ടറിൻ്റെ ഭാഗമായി ഞാൻ കൂടെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മറിച്ചുള്ള പ്രചാരണങ്ങൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കി ഉണ്ടായത് തന്നെയാണെന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇനി അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ജനങ്ങൾ വിധിയെടുക്കട്ടെ 26-ാം തീയതി. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ അത് എനിക്കെതിരായി കെട്ടിച്ചമച്ചതാണോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 26-ാം തീയതി ജനം വിധിയെടുക്കും.